ഒന്ന്, കാനായിലെ കല്യാണ വീട്ടിൽ വെച്ച് കൽഭരണികളിൽ നിറഞ്ഞു തുളുമ്പിയ പച്ചവെള്ളം വീഞ്ഞാക്കി മാറ്റിയ യേശുനാഥൻ ആ കുടുംബത്തിൽ ആനന്ദത്തിൻ്റെ ലഹരി പകർന്നു നൽകി. ഇന്ന് ലോകത്തിൻ്റെ ലഹരി തേടി ജീവിത വ്യഗ്രതയോടെ അലയുന്ന വ്യക്തിജീവിതങ്ങളും കുടുംബങ്ങളും അവരുടെ ഹൃദയത്തിൽ സ്വർഗത്തിൻ്റെ ലഹരി നിറയ്ക്കാൻ ദൈവവചനം നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന കൽഭരണികളായി ചില അമൂല്യ ജീവിതങ്ങൾ. ഒരിക്കൽ ലോകത്തിൻ്റെ ലഹരി പകർന്നു നൽകിയിരുന്ന അവരുടെ ജീവിതങ്ങൾ ഇന്ന് യേശുവിൻ്റെ വചനം വിളമ്പുന്ന കൽഭരണികളായി മാറിയിരിക്കുന്നു. ഈ കൊച്ചു വീട് ചാക്കോയുടെ മനസ്സിൽ എന്നുമുണ്ട്. ബാല്യത്തിൽ ഈ വീടിൻ്റെ ഉമ്മറപ്പടിയിലിരുന്നാണ് കൊച്ചു ചാക്കോയ്ക്ക് അവൻ്റെ അമ്മ വിശുദ്ധരുടെ ജീവിതകഥകൾ പറഞ്ഞു കൊടുക്കുകയും അവനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയും ചെയ്തത്. അമ്മയുടെ നല്ല മകനായി കൊച്ചു ചാക്കോ ജീവിച്ചു പോന്നു. ഇടവക ദേവാലയത്തിൻ്റെ പടികൾ കയറി വന്ന് അൾത്താരയിലുള്ള മാതാവിൻ്റെ രൂപത്തിനു മുൻപിൽ നിന്ന് എന്നെ ഒരു വിശുദ്ധനാക്കണേ മാതാവേ എന്നവൻ പ്രാർത്ഥിച്ചിരുന്നു. ബാല്യത്തിൽ ദേവാലയത്തിൻ്റെ പടികൾ കയറിയിറങ്ങിയ അവൻ്റെ പാദങ്ങൾക്ക് കൗമാരത്തിൽ എങ്ങനെ ദിശ തെറ്റി? പതിറ്റാണ്ടുകൾക്ക് ശേഷം വീണ്ടും ആ ദേവാലയത്തിൻ്റെ പടികൾ കയറി മാതാവിൻ്റെ രൂപത്തിന് മുൻപിൽ നിൽക്കുമ്പോൾ ഭൂതകാലത്തേക്കൊരു തിരിഞ്ഞു നോട്ടം. സ്വന്തം വീഴ്ചകളെ നന്മയാക്കി രൂപാന്തരപ്പെടുത്തിയവൻ്റെ മുമ്പിൽ ഒരു നന്ദി പ്രകാശനം. നാലു പതിറ്റാണ്ടുകൾക്ക് മുമ്പ് വയനാട്ടിലെ നടവയലിൽ നിന്നും മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ തേടി കർണാടകയിലെ ഷിമോഗ ജില്ലയിലുള്ള നാഗവള്ളി എന്ന ഗ്രാമത്തിലേക്ക് കുടുംബസമേതം ചാക്കോ കടന്നു വന്നു. ജീവിതത്തിൽ പുതിയ ചില സ്വപ്നങ്ങൾ, പുതിയ ദേശം, വ്യത്യസ്തരായ മനുഷ്യർ, വിവിധതരം ഭാഷകൾ. ചാക്കോയുടെ ജീവിതവേദിയിലെ ഏറ്റവും ദൈർഘ്യമേറിയ രംഗങ്ങൾ രചിക്കപ്പെട്ടത് ഈ കൊച്ചു ഗ്രാമത്തിലായിരുന്നു.
ಹೊತ್ತಲಿ ತಂಪಿನ ಹೊತ್ತಲಿ ಹಂತಿಯ ಪದಗಳ ಹಾಡ್ಯಾವ್ರೆ ಹಳ್ಳಿಗೆ ಸಂತಸ ತುಂಬುತ್ತಾರೆ ನಮ್ಮ ಹಳ್ಳಿಗೆ ಆನಂದ ನೀಡುತ್ತಾರೆ ಸುಗ್ಗಿಕಾಲ ಹಿಗ್ಗಿ ಬಂದಿತೋ ನಮ್ಮ ಬಾಳಿನಲ್ಲಿ ಭಾಗ್ಯ ತಂದಿರೋ ಸುಗ್ಗಿಕಾಲ ಹಿಗ್ಗಿ ಬಂದಿತೋ ನಮ್ಮ ಬಾಳಿನಲ್ಲಿ ಭಾಗ್ಯ ತಂದಿತೋ ಸುಗ್ಗಿಕಾಲ ಹಿಗ್ಗಿ ಬಂದಿತೋ ನಮ್ಮ ಬಾಳಿನಲ್ಲಿ ಭಾಗ್ಯ ತಂದಿತೋ ಸುಗ್ಗಿಕಾಲ ಹಿಗ್ಗಿ ಬಂದಿತೋ ನಮ್ಮ ಬಾಳಿನಲ್ಲಿ ಭಾಗ್ಯ ತಂದಿತೋ ಜಗ್ ನಕ್ ನಕ್ ಜಗ್ ಜಗ್ ನಕ್ ನಕ್ 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 ಜಗ್ ನಕ್ ನಕ್ ചെറുപ്പകാലം മുതൽ 15 വയസ്സ് വരെ നന്നായി പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം ഞാൻ ഈ വിശുദ്ധരുടെ ജീവചരിത്രങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പോൾ എനിക്കും ഒരു വിശുദ്ധനാകണമെന്ന വലിയൊരു ആഗ്രഹമുണ്ടായിരുന്നു. 19-ാമത്തെ വയസ്സ് മുതൽ 21 വയസ്സ് വരെ വീട്ടിൽ ചാച്ചൻ ചാരായ ഷാപ്പും കള്ള് ഷാപ്പും നടത്തി. അങ്ങനെ ഞാനത് വിൽക്കാനായി എന്നെ ഏൽപ്പിച്ചു. ഞാനത് വിറ്റുകൊണ്ടിരുന്നു. 24-ാമത്തെ വയസ്സായി കഴിഞ്ഞപ്പോഴത്തേനും നല്ലൊരു വിറയ്ക്കുന്ന ഒരു അനുഭവം ഉണ്ടായി. എൻ്റെ ശരീരത്തിന് മദ്യം കുടിക്കാതെ എനിക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ ആ കാലഘട്ടത്തിലായി. ഷിമോയിൽ വന്നു കഴിഞ്ഞപ്പോഴും അവിടെയും കുടിയാർന്നു. അത് കഴിഞ്ഞുകൊണ്ടായിരുന്ന സ്ഥലം വിറ്റേച്ച് വേറെ സ്ഥലം എടുത്താണ് പിന്നെ ഷാപ്പ് തുടങ്ങിയത്. അങ്ങനെയൊക്കെ ഞാൻ പപ്പയുടെ മദ്യപാനത്തെയൊക്കെ നിർത്താനൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്. അമ്മയും മക്കളും ഒക്കെ ഞങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. 92 ഫെബ്രുവരി 22-ാം തീയതി പരിശുദ്ധമായ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ കടന്നു പോകാൻ ദൈവം അനുവദിച്ചു. ഞാനും എൻ്റെ ഭാര്യയും കൂടിയാണ് പോകുന്നത്. ധ്യാനം കഴിഞ്ഞു അന്ന് വന്ന് അപ്പം തന്നെ ഷാപ്പ് നിർത്തി. ഇനി ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഷാപ്പില്ലേലും ജീവിക്കാമെന്നും പറഞ്ഞ് ഞങ്ങൾ ഷാപ്പൊക്കെ നിർത്തി. ഇന്ന് സന്തോഷമുണ്ട്, ഒത്തിരിയേറെ അഭിമാനമുണ്ട്. ക്രിസ്തുവിനെ സ്വീകരിച്ച പപ്പ ഇപ്പോൾ ഇവർക്കെല്ലാവർക്കും ക്രിസ്തുവിനെയാണ് നൽകുന്നത്. ഞങ്ങളുടെ ഇന്നത്തെ കുടുംബജീവിതത്തിലെ ഈ സന്തോഷവും സമാധാനവുമൊക്കെ അനുഭവിക്കുവാനായിട്ട് കാരണക്കാരിയായിട്ട് തീർന്ന മറ്റൊരു മഹത് വ്യക്തിത്വമാണ് എവാഞ്ചലിൻ സിസ്റ്റർ. ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോ വ്യക്തിയോട്, പ്രത്യേകിച്ച് പപ്പയനോടുള്ള ആ സിസ്റ്ററിൻ്റെ സ്നേഹവും സമർപ്പണവുമൊക്കെ ദൈവം ഞങ്ങൾക്കായിട്ട് അയച്ചു തന്ന ദൈവത്തിൻ്റെ മാലാഖയാണ്, വിശുദ്ധയാണ്. സിസ്റ്ററിൻ്റെ കൂടെയുള്ള മറ്റെല്ലാ DSS സമൂഹത്തിലെ സിസ്റ്റേഴ്സ് അവരെല്ലാം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ മാലാഖമാരായിരുന്നു. കാവൽ മാലാഖമാരും ഞങ്ങളെ വഴി നടത്തുന്ന മാലാഖമാരും. ദൈവത്തിൻ്റെ ഈ പ്രിയപ്പെട്ട ദാസിയെ, ഈ വിശുദ്ധയായ സിസ്റ്ററിനെ, ഇത്രമാത്രം രോഗിയായിരുന്നിട്ട് പോലും ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്ന, ഞങ്ങളെ കാണാനായിട്ട് വന്നിരിക്കുന്ന പ്രിയപ്പെട്ട ഈ ഇവാഞ്ചലിൻ സിസ്റ്ററിനെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നതിൽ ഞങ്ങൾക്കേറെ അഭിമാനമുണ്ട്. എൻ്റെ പേര് സിസ്റ്റർ ഇവാഞ്ചലിനാണ്. ഞാൻ DSS കോൺവെൻറ്റിൽ ഒരു അംഗമാണ്. ഈ നാഗവള്ളിയിൽ ഞാൻ 7 വർഷക്കാലം ജോലി ചെയ്തു. അന്ന് ഇന്നത്തെ പോലെ സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ കുന്നുകളും മലകളും എല്ലാം കയറി നടന്ന് എല്ലാ വീടുകളും വിസിറ്റ് ചെയ്ത് അങ്ങനെ എല്ലാവരോടും സംസാരിച്ച് പരസ്പരം സ്നേഹത്തിലും ഐക്യത്തിലുമൊക്കെ ഒത്തിരി പങ്കുവെച്ച് ജീവിച്ചവരാണ്. ചാക്കോച്ചേട്ടനുമായിട്ട് ഞാൻ പരിചയപ്പെടാനും എൻ്റെ ഒരു സ്വന്തം ബ്രദറിനെ പോലെ ആയിരുന്നു ചാക്കോച്ചേട്ടൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആ വ്യക്തിയെ കണ്ടിരുന്നത്. ആദ്യമായിട്ട് തന്നെ ഒത്തിരി ബുദ്ധിമുട്ടുള്ള അവസരമായിരുന്നു ജീവിക്കാൻ സാമ്പത്തികമായിട്ട്. എങ്കിൽ ആ സമയത്ത് ചാക്കോച്ചേട്ടനൊരു ചാരായ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞങ്ങൾക്ക് സിസ്റ്റേഴ്സിനും ഭയങ്കര വിഷമമായി, കുറച്ച് കുടിക്കാത്ത മനുഷ്യർക്കൊക്കെ വിഷമമായി. എങ്കിലും ശരി, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ഈ അവസരത്തിൽ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും അതിങ്ങനെ കുറച്ച് നാൾ കണ്ടിന്യൂ ചെയ്തു. ചാക്കോച്ചേട്ടൻ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ബാക്കിയുള്ള ചാരായ കുറച്ചൊക്കെ കുടിച്ച് ഇരിക്കുന്ന വിഷമങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്ന് പറയാനും കരയാൻ തോന്നിയതാണെങ്കിൽ കരയും, അല്ലെങ്കിൽ അത് പല വിധത്തിൽ പുറത്തു വരും. എങ്കിലും ആ സമയത്തൊക്കെ വളരെ രൂക്ഷമായിട്ട് എന്നോട് വളരെ ചാക്കോച്ചേട്ടൻ കുടിക്കരുത്,
കുടിച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേരൊക്കെ വളർന്നു വരുമല്ലേ, ഇങ്ങനെ കുടിച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ബുദ്ധിമുട്ടായിരിക്കും, കാണുന്നവർ നമുക്ക് വില തരികയില്ല, അങ്ങനെയൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഗ്രഹിക്കുന്നത് വേറെ വിധത്തിലായിരുന്നായിരുന്നു. എങ്കിലും എനിക്കറിയാമായിരുന്നു ചാക്കോച്ചേട്ടൻ വളരെ നിഷ്കളങ്കനായ ഒരു മനുഷ്യനാണെന്ന്. എങ്കിലും ഞാൻ ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം ഇങ്ങനെ ഉപദേശിച്ചിട്ടുണ്ട്. പല പ്രാവശ്യം ഇങ്ങനെ കുടിച്ച് റോട്ടിലൊക്കെ കിടക്കുമ്പോൾ വഴിയരിയിൽ ഞാൻ സ്കൂൾ വിട്ട് വൈകുന്നേരം വരുമ്പം പലപ്പോഴും ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റിയല്ലാത്ത വിധത്തിൽ വേദന തോന്നുന്ന വിധത്തിലൊക്കെ റോട്ടിലൊക്കെ കിടക്കും. അപ്പോഴൊക്കെ ഞാൻ പലപ്പോഴും കയ്യെ പിടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്, പിന്നെ എന്നെ കാർപ്പിച്ച് തുപ്പിയിട്ടുണ്ട്. എങ്കിലും ഇങ്ങനെയൊന്നും ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ആ കുടിക്കുന്ന സമയത്തൊന്നും നമ്മൾ പറഞ്ഞാലും നിൽക്കുകയല്ലോ. കുടിക്കാത്ത സമയത്ത് രാവിലെയൊക്കെ ഞാൻ ചെന്ന് ചാക്കോച്ചേട്ടൻ ഇനി കുടിക്കരുത്, കുടിച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേരൊക്കെ വളർന്നു വരുമ്പോൾ അവർ കണ്ട് ഇത് തന്നെ ആവർത്തിക്കും, അതുകൊണ്ട് കുടിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും അതൊന്നും കേട്ടിട്ടില്ല. പിന്നെ ഞാൻ ഞങ്ങളുടെ പുറകുവശത്ത് വരാന്തയിൽ നിന്നിട്ടുണ്ടെങ്കിൽ അഴിപിടിച്ചിങ്ങനെ നിൽക്കും. ചാക്കോച്ചേട്ടൻ കുടിച്ചു വരുന്ന രാത്രികൾ വളരെ ഇങ്ങനെ വായി വരുന്ന തെറിയായിരിക്കും. ഇങ്ങനെ തെറി പറഞ്ഞ് ഇങ്ങനെ വിളിച്ച് കഴിഞ്ഞ് ഭയങ്കര സ്നേഹത്തോടെ ആയിരിക്കും വിളിക്കുന്നത്, പക്ഷേ തെറിയായിട്ടാണ് വരുന്നത്. എന്തിലും എനിക്ക് ഒരിക്കലും ഒരു വിഷമം തോന്നിയിട്ടില്ല. ചാക്കോച്ചേട്ടൻ തെറി പറയുന്നതിലോ അങ്ങനെ വിളിക്കുന്നതിലോ ഒന്നും ഒരിക്കലും ഒരു വിഷമം തോന്നിയിട്ടില്ല. ഞാൻ എല്ലാവരും കിടക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കും. എല്ലാവരും കൂർക്കം വലി തുടങ്ങുമ്പോൾ ഞാൻ എഴുന്നേറ്റ് മുട്ട നിൽക്കും. ചാക്കോച്ചേട്ടനെ ഒരു മനസ്സിരിപ്പിക്കണം, ഈ ഇങ്ങനെ മോശമായിട്ടുള്ള ആ കുടിയിൽ നിന്നൊന്ന്, അല്ലാതെ വേറെ സ്വഭാവങ്ങളൊന്നുമില്ല, ഈ കുടിയിൽ നിന്നൊന്ന് പിന്തിരിപ്പിക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ടായിരുന്നു. ഒത്തിരി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. കൈ വിരിച്ച് പിടിച്ച് മുട്ടയിൽ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കും, എൻ്റെ ഈശോയെ ഈ കുടിയിൽ നിന്ന് ചേട്ടനെ ഒന്ന് രക്ഷിക്കണേ, അതുമാത്രം നീ ആ കുടുംബത്തിന് വേണ്ടി ചെയ്താൽ മതിയെന്ന് ഞാനിങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. ചേച്ചിയാണെങ്കിലും വളരെ ഒരു നല്ല മാതൃകാപരമായ ഒരു ജീവിതം നയിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. ഒരു കുടിച്ചേച്ച് വന്നാലും കുടിച്ചിട്ട് അല്ലെങ്കിൽ വന്നാലും പോലും ഒരു ഭർത്താവിനെ പറ്റി ഒരു മോശമായിട്ടൊരു വാക്ക് പോലും ഇന്ന് വരെ ഞാൻ കേട്ടിട്ടില്ല. ഇങ്ങനെ ചാക്കോച്ചേട്ടൻ കുടിക്കുമെന്നോ അല്ലെങ്കിൽ കുടിച്ചുകൊണ്ടെങ്കിൽ ബുദ്ധിമുട്ടുണ്ടെന്നോ വീട്ടിൽ ബുദ്ധിമുട്ടുണ്ടെന്നോ സാധനങ്ങൾ വാങ്ങിച്ച് തരികയെന്നോ ഒന്നും ഒരു വാക്ക് പോലും ചേച്ചി പറഞ്ഞിട്ടില്ല. ഇങ്ങനെ പല പ്രാവശ്യം ഇങ്ങനെ ധ്യാനത്തിലേക്ക് വന്നതിന് ശേഷം എനിക്ക് വേണ്ടിയിട്ടാണെങ്കിലും എനിക്ക് ഒത്തിരി അസുഖങ്ങളൊക്കെ വന്നു. ഇവിടുന്ന് തന്നെ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി, ഒത്തിരി കാലൊടിഞ്ഞു, തല പൊട്ടി, അങ്ങനെയൊക്കെ 2 വീലറിൽ ആക്സിഡൻ്റ് ഉണ്ടായി, ഒത്തിരി അസുഖങ്ങളൊക്കെ വന്നു. ഒരു 5-6 ഓപ്പറേഷനൊക്കെ ചെയ്തു. എങ്കിലും എനിക്ക് വേണ്ടി ഒത്തിരി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചെന്നാണ് തോന്നുന്നത്. ചാക്കോച്ചേട്ടന് അതുപോലെ ബേബി ചേട്ടന് ഒക്കെ എനിക്ക് വേണ്ടി നല്ല ആത്മാർത്ഥമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഇവരിങ്ങനെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എനിക്ക് പ്രാർത്ഥിക്കാൻ കുറേ നല്ല മനുഷ്യർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അല്ലെങ്കിൽ ഇന്ന് ഞാൻ ഭൂമിയിൽ കാണുകയില്ലായിരുന്നു. ഇന്നും വളരെയധികം രോഗത്തിന് അടിമയായിട്ടാണ് ഞാൻ ജീവിക്കുന്നതെങ്കിലും എനിക്ക് യാതൊരു വിധത്തിൽ വേദനയൊക്കെ ഉണ്ടാകും. വളരെ വേദനയുള്ള ഒരു അസുഖമാണ് എനിക്കുള്ളത്. റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉണ്ട്, ഡയബറ്റിക് ഉണ്ട്, BP ഉണ്ട്, ഒരു കൈയില്ല, മുട്ടാണെങ്കിൽ 3 പ്രാവശ്യം ഓപ്പറേഷൻ ചെയ്ത്. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് എൻ്റേതായ എല്ലാ ജോലികളും ചെയ്യാൻ ദൈവം എനിക്ക് ആരോഗ്യം തന്നിട്ടുണ്ട്. എനിക്ക് അതിൽ നല്ല സന്തോഷമുണ്ട്. ഇന്ന് ഞാൻ ശാന്തിപുരം, മൈസൂരിൽ നിന്നൊരു 40 കിലോമീറ്റർ ദൂരെ ഒരു വില്ലേജിൽ, ഒരു മോഡൽ വില്ലേജാണ്, നല്ല ആൾക്കാർ ഒക്കെ ഇച്ചിരി മാന്യമായിട്ട് ജീവിക്കുന്ന ഒരു വില്ലേജാണ്. എങ്കിലും മരുന്ന് മേടിക്കാൻ പോകാനൊക്കെയുള്ള സൗകര്യമില്ല. അവിടെ ഞാൻ മരുന്ന് കൊടുക്കുന്നുണ്ട്. ഒത്തിരി പേർക്ക് ദൈവം രോഗസൗഖ്യം നൽകുന്നുണ്ട്. ഈ ചാക്കോച്ചേട്ടനെയാണെങ്കിലും പല പ്രാവശ്യം കുടിച്ചിട്ടുള്ള അവസരങ്ങളിലൊക്കെ ബസ്സിൽ കയറ്റി കൊണ്ടുവരാനൊക്കെ ദൈവം, അന്നൊക്കെ ചെറുപ്പമായിരുന്നു, ചാക്കോച്ചേട്ടനും ചെറുപ്പം, ഞാനും ചെറുപ്പം എല്ലാമാണ്. എങ്കിൽ തന്നെ എനിക്ക് വളരെ വിൽ പവറോട് കൂടി വരാൻ, എൻ്റെ കൂടെ വാ നമുക്ക് പോകാം, ഇനി ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ മനുഷ്യരെന്തെങ്കിലുമൊക്കെ പറയും, നമ്മുടെ വില നമ്മൾ തന്നെ കളയരുതെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവരാനൊക്കെ എനിക്ക് ഒത്തിരി നല്ല അവസരങ്ങളൊക്കെ ദൈവം തന്നു. ഇന്ന് ചാക്കോച്ചേട്ടനെ കാണുമ്പോഴും ചാക്കോച്ചേട്ടൻ്റെ പ്രാർത്ഥന കേൾക്കുമ്പോഴും, ഇവിടെ എൻ്റെ ചേച്ചിയുടെ മകളാണ് ഇവിടെ ജോലി ചെയ്യുന്നത് ഇപ്പം, ഇവിടെ സുപ്പീരിയറായിട്ട്. അവളോട് ഞാൻ ചേട്ടനോട് ഫോൺ ചെയ്ത് ചോദിക്കാൻ പറ്റിയില്ലെങ്കിലും എങ്ങനെയുണ്ട്, എങ്ങനെയാണ് നടക്കുന്നത്, എങ്ങനെയാണ് പ്രാർത്ഥനാ പരിപാടികളൊക്കെ നല്ലതായിട്ട് നടക്കുന്നുണ്ടോ, എല്ലാം ഞാൻ എപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കും. നാഗവള്ളിയെപ്പറ്റി ഓർക്കുമ്പോൾ തന്നെ അന്നത്തെ ആ സ്നേഹവും ആ സ്നേഹബന്ധങ്ങളും രക്തബന്ധത്തെക്കാൾ കൂടുതലായിരുന്നു. മനുഷ്യരുടെ അവർക്ക് എന്തെങ്കിലും ഉണ്ടായാൽ അത് സിസ്റ്റേഴ്സിന് കൊടുക്കണം, സിസ്റ്റേഴ്സുമായി പങ്കുവയ്ക്കണം, അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി ആയിരുന്നു ഇവിടെ. എനിക്ക് നല്ല സന്തോഷമുണ്ട് നാഗവള്ളിയെപ്പറ്റി ഓർക്കുമ്പോൾ. പ്രത്യേകിച്ച് ചാക്കോച്ചേട്ടൻ്റെ മാനസാന്തരവും അതുപോലെ ദൈവവചനം പ്രസംഗിച്ചിട്ടുള്ള, ഇന്ന് കൗൺസിലറായിട്ട് അതുപോലെ ദൈവവചനം പ്രസംഗിച്ചുകൊണ്ടുള്ള ആ ജീവിതം കാണുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇന്ന് ഞാൻ ചാക്കോച്ചേട്ടന് വേണ്ടി പ്രാർത്ഥിക്കും, അതുപോലെ ചാക്കോച്ചേട്ടൻ എന്നും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്ക് പൂർണ്ണമായി അറിയാം. ചാക്കോച്ചേട്ടനെ എന്നും ഞാൻ മരിക്കുന്നവരെ ഓർക്കും, തീർച്ചയായിട്ടും പ്രാർത്ഥിക്കും. ഈ നല്ല പ്രവർത്തനങ്ങൾ എന്നും ഉണ്ടായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.
എൻ്റെ ബാല്യകാല സുഹൃത്തും പപ്പയുടെ 2 ജീവിതത്തിൻ്റെ അവസ്ഥകളെക്കുറിച്ചും നന്നായിട്ട് അറിയാവുന്ന MCBS സഭയിലെ മൈനസമനായ റെക്ടറച്ചനെ ഫാദർ ജെയ്മോൻ വെട്രമുറിയിൽ അച്ഛനെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുന്നതിൽ ഞങ്ങൾക്കേറെ സന്തോഷവും അഭിമാനവുമുണ്ട്. എൻ്റെ പേര് ഫാദർ ജെയ്മോൻ വെട്രമുറിയിൽ MCBS. ഞാനിപ്പോൾ പരിയാരത്തുള്ള ഞങ്ങളുടെ മൈനസ് സെമിനാരിയിൽ റെക്ടറായിട്ട് സേവനം ചെയ്യുന്നു. വൈദികനായിട്ട് 5 വർഷമായി. ഞാൻ ജനിച്ചു വളർന്ന നാഗവള്ളി എന്ന് പറയുന്ന മനോഹരമായ ഗ്രാമത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ പാലം അന്നത്തെ ഞങ്ങളുടെ ലൈഫ് ലൈൻ ആയിരുന്നു. ഇതാണ് എൻ്റെ വീട്, ഈ പാലത്തിന് തൊട്ട് ചേർന്നുള്ളത്. ഇതാണ് ചാക്കോച്ചേട്ടൻ്റെ ചാരായക്കട, സാറായി അങ്കടി എന്ന് ഞങ്ങൾ കൊച്ചുനാളിൽ എപ്പോഴും ഓർത്തിരുന്നു. എനിക്ക് ചാക്കോച്ചേട്ടനെ ഓർമ്മ വെച്ച നാൾ മുതലേ അറിയാം. ചാക്കോച്ചേട്ടൻ്റെ 2ാമത്തെ മകനും ഞാനും ഒരുമിച്ച് പഠിച്ചവരാണ്. ഒരുമിച്ച് സെമിനാരിയിൽ ചേർന്നു, ഒരുമിച്ച് വൈദികരായി. ചാക്കോച്ചേട്ടനെ കുറിച്ചുള്ള എൻ്റെ കുഞ്ഞുനാളിലെ ഓർമ്മകളിലേക്കാണ് എൻ്റെ മനസ്സ് പോകുന്നത്. ഈ നാട് വളരെ ഭംഗിയുള്ള ഒരു നാടാണെങ്കിലും ഈ അങ്ങാടി എപ്പോഴും ഹരിതാപമായിട്ട് ആയിരുന്നിരുന്നാണെങ്കിലും ചാക്കോച്ചേട്ടൻ്റെ ഒരു ഭീകരത ഈ നാട്ടിൽ എപ്പോഴും ഉണ്ടായിരുന്നു. കുഞ്ഞുനാളിൽ ഈ നാട്ടുകാർ സാറായി കുഞ്ഞുഞ്ഞ് എന്ന് ചാക്കോച്ചേട്ടനെ വിളിക്കുമായിരുന്നു. ഞങ്ങൾ മീശ കുഞ്ഞുഞ്ഞെന്ന് വിളിക്കും. കുട്ടികളായിട്ടുള്ള ഞങ്ങൾക്ക് ഈ മീശ കുഞ്ഞുഞ്ഞേട്ടനെ എപ്പോഴും പേടിയായിരുന്നു. ഞങ്ങൾ സ്കൂളിലേക്ക് പോകുന്ന വഴിക്ക് ഈ പാലം കടന്ന് ഇങ്ങനെ റോഡിലൂടെ പോകുമ്പോൾ ആ ചാരായക്കടന് മുമ്പിൽ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് എപ്പോഴും ഭീകരതയുടെ ഒരു ഓർമ്മയാണ്. എപ്പോഴും ബഹളങ്ങൾ, കുറേ മീശയുള്ള ചേട്ടന്മാർ, അതിൻ്റെ നേതാവായിട്ട് ചാക്കോച്ചേട്ടൻ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുകയും ബഹളം വെക്കുകയും ആഹ്ലാദിക്കുകയും ഒക്കെ ചെയ്യുന്നത് കുരുന്നുകളായിട്ടുള്ള ഞങ്ങൾ കണ്ട് എന്താ ഇത് എന്ന് പറഞ്ഞ് കടന്നു പോകുമായിരുന്നു. അന്നെങ്കിലും ഇതിനെക്കുറിച്ച് കാര്യമായിട്ട് ചിന്തിച്ചിട്ടില്ലെങ്കിലും ഒരു ഭീകരത, പേടി സ്വപ്നം ഞങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നീട് വളർന്നു വലുതായപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ചാരായം കുടിക്കാൻ വേണ്ടി ചാരായക്കട നടത്തിയിരുന്ന ഒരു വലിയ കുടിയനായിരുന്നു ഈ ചാക്കോച്ചേട്ടൻ എന്ന് വേണ്ടി. തനിക്ക് ചാരായം കുടിക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും അദ്ദേഹം ചാരായക്കട നടത്തിയിരുന്നത് എന്നെനിക്ക് തോന്നാറുണ്ട്. ഒരു ദിവസം ഒരു ഓർമ്മ എൻ്റെ മനസ്സിൽ വരികയാണ്. അവിടെ 2 വലിയ കലുങ്ക് കൊണ്ടിട്ടിരിക്കുകയാണ്. പാലം പണിയാൻ വേണ്ടിയിട്ടാണെന്നാണ് എൻ്റെ ഓർമ്മ. ഒരു ദിവസം ഞാൻ വെളുപ്പിനെ അവിടെ എവിടെയോ പോയിട്ട് റോഡിൽ കൂടെ നടന്നു വരുമ്പോൾ ഈ കലുങ്കിൻ്റെ ഉള്ളിൽ ഹോട്ടലുകാർ കൊണ്ടിട്ട തലേദിവസം കൊണ്ടിട്ട ചാരത്തിൽ കിടന്ന് ചാരമെല്ലാം മേത്തായി നഗ്നനായി ഉടുതുണി ഒന്നുമില്ലാതെ ഇങ്ങനെ ചാക്കോച്ചേട്ടനും വേറൊരു മാപ്പിള ജോർജ് ചേട്ടനോട് ഇങ്ങനെ നടന്നു വരുന്നതായിട്ട് ഇന്നും ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ തലേദിവസം പൂസായി അവിടെ കിടന്ന് ലക്കില്ലാതെ രാവിലെ എഴുന്നേറ്റ് വരികയാണ്. വേറെ ഒരു ഓർമ്മ, എന്നും വൈകുന്നേരം ഈ ചാരായക്കട അടച്ചിട്ട് ചാക്കോച്ചേട്ടനും ചാക്കോച്ചേട്ടൻ്റെ ഭാര്യയും എൻ്റെ കൂട്ടുകാരനായിട്ടുള്ള കൊച്ച് വിനോജും ഒരുമിച്ച് വീട്ടിലേക്ക് മടങ്ങുമായിരുന്നു. ഇവർ വീട്ടിലേക്ക് പോകുന്നതിനടുത്താണ് എൻ്റെ വീട്. ഞങ്ങൾക്കൊരു കടയുണ്ടായിരുന്നു. അപ്പോൾ കടയടക്കുമ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലാകും ചാക്കോച്ചേട്ടൻ കടയടച്ചു. കാരണം അവിടെ തെറിപ്പാട്ട് ആരംഭിക്കുകയായി. ചാക്കോച്ചേട്ടൻ മുൻപേ തെറി പറഞ്ഞുകൊണ്ട് നടക്കും, പുറകെ അമ്മ, അതിന് മധ്യേ വിഷാദത്തോടു കൂടി കൊച്ചു വിനോജ്, ഇന്നിപ്പോൾ വിനോജ് അച്ഛനാണ്. അപ്പം എൻ്റെ മമ്മി എൻ്റെ പപ്പയോട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ചാക്കോച്ചേട്ടൻ്റെ ചാരായക്കട അടച്ചു, നമുക്ക് നമ്മുടെ കട അടയ്ക്കാം, അല്ലെങ്കിൽ നമ്മുടെ കടയുടെ മുമ്പിൽ വന്ന് ചാക്കോച്ചേട്ടൻ നമ്മളെ തെറി പറയും, ചാച്ചി അന്നേരം എന്തെങ്കിലും തിരിച്ചു പറയും, പിന്നെ അടിയായി ബഹളമായി, എന്തിനാ അസമാധാനം സൃഷ്ടിക്കുന്നത്, അതുകൊണ്ട് നമുക്കങ്ങ് കട അടച്ച് പ്രതികരിച്ചേക്കാം. അങ്ങനെ നാട് മുഴുവനും ഈ മനുഷ്യനെ വളരെ പേടി സ്വപ്നത്തോടു കൂടി കാണുന്നത് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. വേറൊരു അനുഭവം ഇതാണ്. ഇവിടെ DSS സിസ്റ്റർമാർ ജോലി ചെയ്യുന്ന ഗ്രാമമാണ്, MCBS അച്ഛന്മാരും. ഈ DSS സിസ്റ്റർമാർ ആഴ്ചയിൽ 2-3 ദിവസം വിദൂരങ്ങളിലേക്ക് മൊബൈൽ ക്ലിനിക്കായിട്ട് പോകാറുണ്ട്. തിരിച്ചു വരുമ്പോൾ ഈ ചാക്കോച്ചേട്ടനെ ഈ അങ്ങാടിയിൽ എവിടെയെങ്കിലും പൂസായിട്ട് ഇങ്ങനെ ലെക്ക് കെട്ട് നിൽക്കുന്നത് അവർ കാണും. എന്നിട്ട് ഈ സിസ്റ്റർമാർ ഒത്തിരി കരുണാർദ്രമായിട്ടുള്ള ഹൃദയമുള്ളവരായതുകൊണ്ട് ഈ ചാക്കോച്ചേട്ടനെ വിളിച്ച് അവരുടെ ജീപ്പിൽ കയറ്റും. ജീപ്പിൽ കയറ്റുന്നത് എന്തിനാണെന്നറിയാമോ? എങ്ങനെയെങ്കിലും ഈ മനുഷ്യനെ വീട്ടിലൊന്ന് എത്തിച്ചാൽ നാട്ടുകാർക്ക് പ്രശ്നമില്ലാതെ, ഭാര്യയ്ക്ക് പ്രശ്നമില്ലാതെ, മക്കൾക്ക് പ്രശ്നമില്ലാതെ ഇയാൾ വീട്ടിലെത്തും. ഈ സിസ്റ്റർമാർ നിർബന്ധിച്ച് ലെക്ക് കെട്ട് നിൽക്കുന്ന ഈ ചാക്കോച്ചേട്ടനെ ജീപ്പിൽ കയറ്റും. ജീപ്പിൽ കയറുമ്പോൾ തന്നെ സിസ്റ്റർമാരെ തെറി തുടങ്ങും. എന്നിട്ട് ചാക്കോച്ചേട്ടനെ അവിടെ കൊണ്ട് വീട്ടിൽ ഇറക്കി വിട്ടിട്ട് ജീപ്പിൽ നിന്ന് പുറത്തിറങ്ങിയാൽ വീണ്ടും സിസ്റ്റർമാരെ തെറിയായി. പക്ഷേ എൻ്റെ മനസ്സിൽ ഇന്നും ഈ ചാക്കോച്ചേട്ടനെ കുറിച്ച് എന്തുമാത്രം ഭീകരമായിട്ടുള്ള ഓർമ്മകളാണ് ഉള്ളതെങ്കിലും നന്മയുള്ള മനുഷ്യനാണ് ചാക്കോച്ചേട്ടൻ എന്നുള്ള ഒരു അനുഭവം കുഞ്ഞുനാളിൽ എനിക്കുണ്ടായിട്ടുണ്ട്. കാരണം സിസ്റ്റർമാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഈ തലേദിവസം രാത്രി ഒത്തിരി തെറി പറഞ്ഞിട്ട് വീട്ടിലേക്ക് പോയാലും പൂസൊക്കെ ഇറങ്ങി
വെളിവൊക്കെ വന്നതിന് ശേഷം രാവിലെ പള്ളിയിലേക്ക് പോയി സിസ്റ്റർമാരോട് ക്ഷമ ചോദിക്കും. എന്നോട് ക്ഷമിക്കണം, തലേദിവസം തെറി പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ഇത് ആവർത്തിക്കുമെങ്കിലും ഈ ക്ഷമ ചോദിക്കാനായിട്ടുള്ളൊരു മനസ്സ് അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ നന്മയുടെ വലിയ പ്രതീകമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ മനുഷ്യരെ സഹായിക്കാൻ, ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ ഓടിയെത്താൻ ഈ വലിയ മീശയുള്ള കുഞ്ഞുഞ്ഞേട്ടൻ മുൻപന്തിയിൽ ഉണ്ടായിരുന്നു എന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. എൻ്റെ വല്യപ്പച്ചൻ മരിച്ചപ്പോൾ കുരിശ് പിടിക്കാനായിട്ട് മുൻപിൽ വരികയും മുമ്പിൽ നടന്നു നീങ്ങുകയും ചെയ്യുന്ന ഈ കുഞ്ഞുഞ്ഞേട്ടൻ്റെ രൂപം അന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. പിന്നീട് വീട്ടിലിരിക്കുന്ന ആൽബം കണ്ടപ്പോഴും ആ ഓർമ്മകൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. ഞാൻ ഓർക്കാറുണ്ട്, ഈ മനുഷ്യൻ ഉള്ളിൻ്റെ ഉള്ളിൽ നന്മയുണ്ട്, നേരുണ്ട്, നെറിയുണ്ട്, എങ്കിലും ഇത്രമാത്രം മദ്യപാനത്തിന് അടിമയായി പോയല്ലോ. അദ്ദേഹം പാടിയിരുന്ന തെറിപ്പാട്ടുകൾ ഇന്നും ഓർക്കുന്നുണ്ട്. വീട്ടിൽ നിന്നും അമ്മ ഞങ്ങളെ അങ്ങാടിയിലേക്ക് വിടുകയില്ലായിരുന്നു. കാരണം അങ്ങാടിയിൽ ബഹളവും ഒക്കെ ഉണ്ടാകുമ്പോൾ കുഞ്ഞായിരുന്നു എനിക്ക് ഈ ബഹളമൊക്കെ കാണാൻ ഇഷ്ടമായിരുന്നു. പറഞ്ഞു കേട്ടിട്ടുണ്ട്, പെസഹ വ്യാഴാഴ്ച പോലും പള്ളിയിൽ പോകാതെ അപ്പം ചാരായത്തിൽ മുക്കി ഈ മനുഷ്യൻ കഴിച്ചിട്ടുണ്ടെന്ന് മുതിർന്നവർ, ഞാൻ കണ്ടിട്ടില്ല, മുതിർന്നവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അത്രമാത്രം മദ്യത്തിന് അടിമയായി മദ്യം കുടിക്കാൻ വേണ്ടി മദ്യം വിൽക്കുകയും ഈ കൊച്ചു സുന്ദര നാടിനെ മുഴുവനും എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ കുടിയേറ്റ മലയാളികളെ ബഹുഭൂരിപക്ഷവും മദ്യപാനത്തിലേക്ക് മാടി വിളിച്ചുകൊണ്ട് സാരായ അങ്കടി നടത്തുകയും ചെയ്ത ഒരു ചാക്കോച്ചേട്ടൻ ഒരു സുപ്രഭാതത്തിൽ, ഞാൻ ഏകദേശം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം, പെട്ടെന്ന് ഒരു പോട്ടയ്ക്ക് പോക്ക്. അന്ന് പോട്ടയിൽ പ്രസിദ്ധമായിട്ടുള്ള നമ്മുടെ കരസ്മാറ്റിക് ധ്യാനകേന്ദ്രം ഉയർന്നു വന്ന് പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുന്ന കാലമാണ്. ഈ മനുഷ്യൻ ധ്യാനത്തിന് പോകുന്നു. അന്ന് ധ്യാനം എന്തെന്ന് പോലും കുഞ്ഞുങ്ങളായിട്ടുള്ള ഞങ്ങൾക്കറിയത്തില്ല. തിരിച്ചു വന്നതിന് ശേഷം നാട് മുഴുവനും വലിയൊരു വാർത്ത. ഒരുപക്ഷെ ഞങ്ങളുടെ നാട്ടിൽ രാജീവ് ഗാന്ധി മരിച്ചപ്പോൾ പോലും ഇത്രമാത്രം പ്രകമ്പനം കൊണ്ട ഒരു വാർത്ത ഉണ്ടായിട്ടില്ല. കാരണം ഞങ്ങളത് അറിയുന്നത് കുറേ നാളുകൾക്ക് ശേഷമാണ്. കാരണം കറണ്ടില്ല, റേഡിയോ ഒക്കെ ഓണാക്കിയാലായി, പത്രം എത്തുന്നത് വൈകിയാണ്. പക്ഷേ ഈ മനുഷ്യൻ തിരിച്ചെത്തിയപ്പോഴത്തേക്കും എല്ലാവരും ഒച്ചത്തിൽ പറയാൻ തുടങ്ങി, കുഞ്ഞുഞ്ഞേട്ടൻ കുടി നിർത്തി, ചാക്കോച്ചേട്ടൻ കുടി നിർത്തി. അപ്പോൾ ബാക്കിയുള്ള ദോഷൈക ദൃക്കുകൾ പറഞ്ഞു, എത്ര നാളാണ് നമുക്ക് കണ്ടു നോക്കാം, ഇതൊന്നും അധികം നീണ്ടു നിൽക്കാനായിട്ട് പോകുന്നില്ല. ഞാനും ഓർത്തു, ഇതെങ്ങനെ നീണ്ടു നിൽക്കാനാ? ഇവിടെങ്കിലും മാജിക്ക് നടന്നോ, അത്ഭുതം നടന്നോ? ഭാര്യയും മക്കളും എല്ലാം കരഞ്ഞു നിലവിളിച്ചിട്ടും സിസ്റ്റർമാരും അച്ഛന്മാരും ആവർത്തിച്ച് പറഞ്ഞിട്ടും മാനസാന്തരപ്പെടാത്ത ഒരാൾ ഒരു ധ്യാനത്തിന് 5 ദിവസം പോയി വന്നപ്പോൾ മാനസാന്തരപ്പെടാനോ കുടി നിർത്താനോ? ഇത് അസംഭവ്യമാണെന്ന് ഞാനും കരുതി. പക്ഷേ കുടി നിന്നു. കുറേ നാളുകൾ ഇങ്ങനെ തുടർച്ചയായിട്ട് ഈ മനുഷ്യൻ കുടി നിർത്തിയെന്ന് മാത്രമല്ല, മദ്യം കഴിച്ചിട്ട് തെറി പറഞ്ഞ അതേ നാവിൽ നിന്ന് വചനം പറയാൻ തുടങ്ങി. കാണുന്നവരോടൊക്കെ സുവിശേഷം പറയാൻ തുടങ്ങി. ഇദ്ദേഹത്തിന് വചനങ്ങൾ കാണാപ്പാടമായി. മദ്യത്തെക്കുറിച്ച് ചോദിക്കാനായിട്ട് ഇദ്ദേഹത്തെ സമീപിച്ച ആൾക്കാർ പിന്നീട് ദൈവവചനത്തെക്കുറിച്ച് ഇദ്ദേഹത്തോട് ചോദിക്കാൻ തുടങ്ങി. അർത്ഥശങ്കയ്ക്കിടയിലാണ് ഞാനും പറയാം, ഈ കഴിഞ്ഞ ദിവസം 2 ദിവസങ്ങൾക്ക് മുമ്പ് പെട്ടെന്ന് എനിക്കൊരു കാർഡ് അടിക്കണം, ഈ കാർഡിലൊരു വചനം, നിന്നെ വിളിച്ചവൻ ഞാനാണ്, ദൈവവിളിയെക്കുറിച്ചുള്ളൊരു വചനം എനിക്ക് പെട്ടെന്ന് കിട്ടിയില്ല. ഞാൻ കുഞ്ഞുഞ്ഞേട്ടൻ്റെ വീട്ടിലേക്ക് വിളിക്കുകയാണ്. അന്നേരം തന്നെ ചാക്കോച്ചേട്ടൻ്റെ മകനാണ് എടുത്തത്. അച്ഛൻ പപ്പായോട് ചോദിച്ചു, പപ്പ ജയ്മോനച്ചൻ വിളിക്കുന്നുണ്ട്, ഇങ്ങനൊരു വചനം. അന്നേരം തന്നെ ഏശയ്യ 43 അത് പറയുന്നുണ്ടെന്ന് പറഞ്ഞു. ഇത്രമാത്രം വചനത്തെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റി. എനിക്ക് ഒരു അത്ഭുതകരമായിട്ട്, ഒരു വൈദികനായിട്ടുള്ള എനിക്ക് ഒരു അത്ഭുതം ജനിപ്പിച്ച ഒരു കാര്യമാണ്. ഒരു ദിവസം ഇദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള വിനോദച്ചൻ എന്നോട് പറഞ്ഞു, പപ്പ കുടി നിർത്തിയതിൻ്റെ പിന്നിൽ ജയ്മോനച്ച ഒരു വലിയ രഹസ്യമുണ്ട്. എൻ്റെ അങ്കിള്, അതായത് കുഞ്ഞുഞ്ഞേട്ടൻ്റെ ഭാര്യയുടെ ആങ്ങള, ഒരു CMI അച്ഛനുണ്ട്. ഈ അച്ഛൻ വർഷങ്ങൾ അളിയൻ കുടി നിർത്താൻ വേണ്ടി പ്രായശ്ചിത്ത പ്രവൃത്തി ചെയ്ത് ഉപവസിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ അതെന്നെ എൻ്റെ മനസ്സിൽ തട്ടി. ഒരു പുരോഹിതൻ തൻ്റെ കുടുംബാംഗം ആയിക്കോട്ടെ, എങ്കിലും കുടുംബം നശിക്കാതിരിക്കാൻ വേണ്ടി ഒരു പുരോഹിതൻ തമ്പുരാൻ്റെ മുമ്പിൽ കൈവിരിച്ചു പിടിച്ച് മുട്ടുകുത്തി പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥന ദൈവം കേട്ട് ഈ മനുഷ്യനെ അത്ഭുതകരമായി മാനസാന്തരപ്പെടുത്തി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പം പുരോഹിതനായിട്ടുള്ള എനിക്കും തോന്നുകയാണ്, മറ്റുള്ളവർക്ക് വേണ്ടി കൈവിരിച്ച് പ്രാർത്ഥിക്കാനായിട്ടുള്ള ദൗത്യമല്ലേ എനിക്കും ഇദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള വിനോദനും ഒക്കെ ലഭിച്ചിരിക്കുന്നത്. പിന്നെ വേറൊരു സംഭവം കൺസിസ്റ്റൻസിയാണ്. നമുക്കറിയാം, ഇന്ന് കരസ്മാറ്റിക് ധ്യാനങ്ങളൊക്കെ ഉണ്ട്. പലരും ധ്യാനത്തിന് പോകുന്നു, 2 ദിവസത്തേക്ക് 3 ദിവസത്തേക്ക് കുടി നിർത്തുന്നു, വീണ്ടും കുടിക്കുന്നു. പക്ഷേ കഴിഞ്ഞ 18-20, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 10-20 വർഷമായിട്ട് കുടി നിർത്തിയെന്ന് മാത്രമല്ല, ദൈവത്തോട് ചേർന്നിരുന്ന് 24 മണിക്കൂറും പ്രാർത്ഥിക്കുകയും ലോകം മുഴുവനും നടന്ന് സുവിശേഷം പ്രസംഗിക്കുകയും മറ്റുള്ളവർക്ക് വചനം കൊടുക്കുകയും വചനബദ്ധമായിട്ടുള്ള ജീവിതം നയിക്കുകയും ഇങ്ങനെയുള്ള ആതുര ശുശ്രൂഷകളിൽ പങ്കെടുക്കുകയും ചെയ്തുകൊണ്ട് ഈ മനുഷ്യന് ദൈവത്തിന് വേണ്ടി ഇങ്ങനെ കത്തി ജ്വലിച്ച് നിൽക്കുകയാണ്. ദൈവത്തിന് വേണ്ടി ജോലി ചെയ്ത് ഞങ്ങളുടെ കുറ്റിക്കലച്ചൻ്റെ കൂടെ ചേർന്ന് നിന്നു എന്ന കാരണത്താൽ ജയിലിൽ കഴിയേണ്ടി വന്നു. ജയിലിൽ കഴിഞ്ഞതിന് ശേഷം
ഞാൻ സെമിനാരിയിലേക്ക് ഇദ്ദേഹത്തെ വിളിച്ചു തൻ്റെ ജയിൽ അനുഭവം പറയാൻ വേണ്ടി. ജയിലിൽ അനുഭവിച്ച തിക്താനുഭവങ്ങൾ, ജയിൽ അധികൃതരിൽ നിന്ന് മാത്രമല്ല സഹ തടവുകാരിൽ നിന്നും അനുഭവിച്ച വേദനകളും നൊമ്പരങ്ങളും ഒക്കെ ഇദ്ദേഹം പങ്കുവച്ചിട്ട് പറയുകയാണ് ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയായിരുന്നു എന്ന്. അപ്പോൾ ഈ നാട് മുഴുവനും മാനസാന്തരപ്പെട്ട ഒരു കഥയാണ് ഇദ്ദേഹത്തിൻ്റെ മാനസാന്തര കഥ. മദ്യം വിറ്റിരുന്ന ആള് അതിലേറെ മദ്യം കഴിച്ചിരുന്ന ആള് ഇതാ ദൈവത്തിൻ്റെ സ്വന്തമായി മാറി. ഞാൻ പറയട്ടെ, ഈ നാട് ഒത്തിരി ഞങ്ങൾ കത്തോലിക്കരായിട്ടുള്ള കുറച്ച് പേരെ ഇവിടെയുള്ളൂ, പക്ഷേ അക്രൈസ്തവരായിട്ടുള്ള ധാരാളം ആളുകളുണ്ട്. ഈ ആളുകൾക്കും ദൈവം, നിങ്ങളുടെ ദൈവം ശക്തിയുള്ളവനാണ്, കാരണം കുഞ്ഞുഞ്ഞേട്ടൻ കുടി നിർത്തി എന്ന് ഈ നാട്ടുകാരായിട്ടുള്ള ജനങ്ങൾ പറയാൻ തുടങ്ങിയതും ഇദ്ദേഹത്തിൻ്റെ മാനസാന്തരത്തിന് ശേഷമാണ്. അതുകൊണ്ട് എനിക്ക് ഈ അനുഭവത്തിൽ നിന്നും പറയാനായിട്ടുള്ളത്, ദൈവത്തോട് ചേർന്ന് നമ്മൾ നിന്നാൽ, കുടുംബം ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ, പ്രത്യേകിച്ച് പുരോഹിതൻ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഒരു നാട് മുഴുവനും മാനസാന്തരപ്പെടും. മദ്യം വിറ്റുകൊണ്ടിരുന്ന ഒരാൾ ഇന്ന് വചനം വിളമ്പുന്നു. മദ്യം വിളമ്പുന്ന ആൾ വചനം വിളമ്പുന്ന വലിയ മാനസാന്തരം ഇവിടെ സംഭവിച്ചു. ഇത് ദൈവത്തിൻ്റെ ഇടപെടലാണ്. മനുഷ്യർ മുഴുവനും കാത്തിരുന്ന് പ്രാർത്ഥിച്ചതുകൊണ്ട് ആ കുടുംബത്തിൽ നിന്നും ഇന്ന് ധാരാളം അനുഗ്രഹങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒരാൾ ദിവികാരുണ്യ മിഷൻ സഭയിൽ അച്ഛനായി, വേറൊരാൾ CMI സഭയിൽ ചേർന്ന് നൊവിഷ്യേറ്റ് കഴിച്ചു, തത്വശാസ്ത്രത്തിന് പോകുന്നു. ഇവരുടെ കുടുംബത്തിന് ഈ മനുഷ്യൻ്റെ മാനസാന്തരത്തിന് ശേഷം ധാരാളം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതെല്ലാം സഹിച്ചുകൊണ്ട് ദൈവനാമത്തിൽ ഇവർ മുന്നോട്ട് പോവുകയാണ്. ഈ മാതൃക നമ്മൾക്കൊക്കെ പ്രചോദനമായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മദ്യത്തിലൂടെ നമുക്ക് എത്രമാത്രം പൈസ കിട്ടിയാലും ആ പൈസയൊന്നും നമുക്ക് ഉപകാരപ്പെടില്ല. അത് മക്കൾക്ക് ഉപകാരപ്പെടില്ല, മറ്റുള്ളവർക്ക് ഉപകാരപ്പെടില്ല. മദ്യത്തിലൂടെ ഉണ്ടാകുന്ന ലാഭങ്ങളെല്ലാം ഭയങ്കരമായ നഷ്ടവും കഷ്ടവും ദുരിതവും മാത്രമേ നമുക്ക് വരുത്തി തീർക്കുന്നുള്ളൂ. ഒരു മദ്യവ്യവസായിക്കും ഒരു തരത്തിലും കുടുംബങ്ങളിലോ സമൂഹത്തിലോ എന്തെല്ലാം സ്ഥാനമാനങ്ങളോ സമ്പത്തോ ഉണ്ടായാലും ഇന്നല്ലെങ്കിൽ നാളെ അതെല്ലാം തകർന്നു പോകും എന്നത് വളരെ സത്യമാണ്. എൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ, അനേകരുടെ ജീവിതാനുഭവങ്ങളിലൂടെ ഞാൻ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്.